നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേണ്ട, ഇത്രയേ ഉള്ളു കാര്യം. പക്ഷെ ഇതെന്തോ മഹാകാര്യമാണെന്നാണ് നീയും വാറുമൊക്കെ കരുതിയിരിക്കുന്നത്. വിൽ പവർ ആടി, വിൽ പവർ. ഗൗതം ഗോപിനാഥിനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. തോൽക്കാതിരിക്കാൻ ഗൗതം ഗോപിനാഥ് ആരാ? വടക്കം വീരകഥയിലെ ചന്തു. ഓടി കുറങ്ങ, അവൾ എന്നെ കളിയാക്കാൻ വന്നായിരുന്നു. എവിടെങ്കിലും ചെന്ന് ഉരുണ്ട് വീണാലേ ഞാനേ കാണൂ. നീ ഉരുണ്ട് വീഴാൻ തുടങ്ങിയപ്പോ പലതവണ ഞാനും പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ വീഴുമ്പോ പിടിക്കേണ്ടത് നിന്റെ കടമയാ, കടമ. എന്നോടുള്ള വാശിക്കാണെങ്കിലും തനിയെ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതിന്റെ അർത്ഥം സാറിന്റെ ആരോഗ്യം നന്നാവുന്നുണ്ടെന്നാണ്. വെറുതെ നിധിയായിട്ട് വഴക്കിടണ്ടായിരുന്നു. അവൾ അമ്മയെക്കുറിച്ച് പറഞ്ഞ സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിലുള്ളതല്ലേ. എന്നിട്ട് ഞാൻ വെറുതെ ദേഷ്യപ്പെട്ടു. ഇനിയിപ്പോൾ എങ്ങനെ കോംപ്രമൈസ് ചെയ്യും? ഇതുവരെ വാ കഴുകി കഴിഞ്ഞില്ലേ? എന്നോടുള്ള ദേഷ്യം കൊണ്ട് വരാതിരിക്കുന്നതാവോ? യെസ്, ഞാൻ വീഴുന്നേട്ട് ആക്ട് ചെയ്യാം. അവളെ ഒന്ന് പിടിക്കും, അങ്ങനെ ബിൽഡപ്പ് ചെയ്യാം. എന്താന്നറിയില്ല, പെട്ടെന്ന് തലകറങ്ങി. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, ഒന്ന് കിടന്നാ മതി. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? ഈ ബാലൻസിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. വേണ്ട, എനിക്ക് കിടന്നാ മതി. നീ ഇരിക്ക്. എന്തിനാ പിന്നെയും വഴക്കിടാനാണോ? അല്ല മോളെ, ഇരിക്ക്. മോളോ? എന്നോട് നീ വഴക്കിട്ടു, വേദനിപ്പിച്ചു, എന്നെ ഇൻസൾട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ വീഴാൻ തുടങ്ങിയപ്പോ നീ എന്നെ വന്ന് പിടിച്ചല്ലോ. നീ വലിയവളാ ഇത്. യു ആർ ഗ്രേറ്റ്. നിന്റെ അത്ര നന്മയുള്ളൊരു ഭാര്യ എനിക്കിതിനു മുമ്പ് കിട്ടിയിട്ടേയില്ല. അപ്പോ ഇതിനു മുൻപ് സാറിന് വേറെ ഭാര്യ ഉണ്ടായിരുന്നു? അയ്യോ സോറി, നിന്റെ അത്ര നന്മയുള്ള പെൺകുട്ടിയെ കണ്ടിട്ടില്ലാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ചങ്കെടുത്ത് കാണിച്ചാലും മുല്ലപ്പൂവാണെന്ന് പറയല്ലേ നീ? ചങ്കെടുത്ത ചെമ്പരത്തി പൂവെന്നാ പറയാ. അതെങ്ങനെ മുല്ലപ്പൂവാവും? നീ ഇത്ര സംശയങ്ങൾ ചോദിച്ച എന്റെ ഫ്ലോ കളയാതെ. ഞാൻ നിന്നോട് കുറച്ചുകൂടി സോറി പറയട്ടെ. മോനെ ഗൗതമേ, ഇയാക്കെ ഒട്ടും അഭിനയിക്കാൻ അറിയില്ല. ഇയാളുടെ വീഴ്ച ഉഡായിപ്പാണെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പോ ചീറ്റിപ്പോയല്ലേ? ഏയ്, ചീറ്റിട്ടൊന്നുമില്ല. കാരണം നമ്മള് വഴക്ക് നിർത്തി കോംപ്രമൈസ് ആയല്ലോ. ഗുഡ് നൈറ്റ്. എനിക്കൊരാഗ്രഹമുണ്ട്, പറയട്ടെ? ഭാരിച്ച ആഗ്രഹങ്ങളൊന്നും പറയല്ലേ, എനിക്ക് ആരോഗ്യം വളരെ കുറവാ. പോടാ വഷള. എന്നാലും പറ. ഇന്നത്തെ ആ വലിയ പ്രശ്നത്തിൽ എന്നെ ചേർത്ത് പിടിച്ച ഈ കൈകളിൽ തലവെച്ച് എനിക്കൊന്ന് ഉറങ്ങണം. അടിപൊളി. മധുമാരിയായി നിറവേനലിൽ ഇനി പെയ്യുക നീ, നനയുന്നു ഞാൻ. ദൂരെയായി ദൂരെയായി തീരമോ തേടിയൊരു കാറ്റലയായി മിഴികളടയും ഒരു നിദ്രയിലെ മനസ്സിനിഴകളിലെ പൊൻകനവായി നിലവിൽ അരികിൽ ഒരു പൊന്മയിലായി വെൺമുകിലായി തഴുകു തഴുകു കുളിരമ്പിളിയായി തെളിയു തെളിയു പുലർത്താരകയായി ഇളകി മതിയും ഒരു വൻകടലായി. ഇന്നത്തെ ഉറക്കം പോയി. സാരമില്ല, നമുക്ക് സംസാരിച്ചു കിടക്കാം നേരം പുലരും വരെ. അപ്പൊ അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് വീണ്ടും സംസാരം.
സാരമില്ല, അതൊക്കെ മാറിക്കോളും. അരികിൽ നീ വന്നു തോഴാ, അരികിൽ നീ വന്നു തോഴാ, അരികിൽ നീ വന്നു തോഴാ, അരികിൽ വന്നു. ഇന്നും ഫ്രണ്ട് വന്നില്ലേ? വീണ്ടും ലൂസ് മോഷൻ തുടങ്ങിയോ? നിഖിലേട്ടൻ അവളെ കാണാൻ വേണ്ടിട്ടാണോ സ്കൂട്ടർ നിർത്തിയത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല. ദേ ഇത് വാങ്ങ്. എന്താ ഇത്? വീട്ടിലുണ്ടാക്കി കുറച്ച് കറികളാ, പെട്ടെന്ന് കേടാവില്ല. ഫ്രിഡ്ജിൽ വെച്ചാ 2 ദിവസം ഉപയോഗിക്കാം. ചന്ദ്രികാന്റിയുടെ ജോലി അത്രയെങ്കിലും കുറഞ്ഞിരിക്കുമല്ലോ. ഇതൊക്കെ ചേച്ചി തന്നോട്ടതാണോ? ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുവന്നതാണെന്നറിഞ്ഞാ നിഖിലേട്ടന് വല്ലതും തോന്നും. പറയാമിനി, ഈ കറിയൊക്കെ ചേച്ചി തന്നതാണോ? അതെ. നന്നായി. ഫ്രിഡ്ജ് വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. അന്ന് വെച്ച പോലെ എടുത്ത് വിളമ്പാ, അല്ലെങ്കിൽ അമ്മായി വലിയ പ്രശ്നം ഉണ്ടാക്കും. നിഖിലേട്ടന് രേണുക ആന്റിയെ പേടിയാണോ? പേടിയല്ലേ അമിനി, എനിക്കും ചേച്ചിക്കൊക്കെ അമ്മാവൻ വളരെ വേണ്ടപ്പെട്ടതാ. അച്ഛനെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല. ചേച്ചിക്ക് ആ രൂപമെങ്കിലും ഓർമ്മ കാണും, എനിക്കില്ല. അച്ഛനെന്ന വാക്ക് കേൾക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ വരുന്ന രൂപം അമ്മാവൻ്റേതാ. അപ്പോൾ പിന്നെ അമ്മാവനെ സങ്കടപ്പെടുത്തുന്നതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അമ്മായെ ധിക്കരിക്കാത്തത്. എന്നാലും ചില നേരത്ത് അറിയാതെ പൊട്ടിത്തെറിച്ച് പോകാറുണ്ട്. നിഖിലേട്ടൻ വിഷമിക്കണ്ട. അമ്മയോട് വഴക്കിട്ട് ഗുരുത്വ ദോഷം വാങ്ങി വെക്കണ്ട. ഇതിനൊക്കെയുള്ള പ്രതിഫലം ഈശ്വരൻ തരും. കഷ്ടപ്പാടൊക്കെ മാറി നിഖിലേട്ടൻ പൊളിയാവും, എനിക്ക് ഉറപ്പാ. നല്ല വാക്കുകൾക്ക് നന്ദി യാമിനി. ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. വരട്ടെ, പിന്നെ കാണാം. ഇത് വീട്ടിൽ കൊടുത്തിട്ട് വേണം കോളേജിൽ പോവാൻ. അവോയ്ഡ് ചെയ്തല്ലേ? നീ ഇങ്ങനെ പെരുമാറുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? നീ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെന്തിനാ എന്നെ ഒഴിവാക്കുന്നേ? ഞാൻ ഒഴിവാക്കിയതൊന്നുമല്ല. എക്സാം അടുത്തില്ലേ, പഠിക്കാൻ ഒരുപാടുള്ളത് കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് കുറയ്ക്കണമെന്ന് അമ്മ പറഞ്ഞു. നീ കമ്പനിയൊക്കെ കുറച്ചോ, ഇല്ലെങ്കിൽ ഫുൾ A+ ഒക്കെ തേഞ്ഞൊട്ടും. ഇവളെന്താ ഇങ്ങനെ? ഓൾ സീംസ് ഗുഡ്. 2 ആഴ്ച കൂടി റെസ്റ്റ് എടുക്കണം. അയ്യോ, ഇനി റെസ്റ്റ് തുടർന്നാൽ ബിസിനസ്സൊക്കെ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും ഡോക്ടറെ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടർ പറയുന്ന അത്രയും നാള് റെസ്റ്റ് എടുക്കണം. അതുവരെ ഞാൻ പുറത്തു വിടില്ല. എന്നെ അനങ്ങാൻ പോലും വിടാതെ ഇതിനുള്ളത് തളച്ചിട്ടിരിക്കുക ഡോക്ടറെ. തൽക്കാലം മിസ്സിസ് പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്. ഇവളെ അനുസരിച്ചതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് പുരോഗതി ഉണ്ടായത്. ഇനി ബാക്കി കൂടി ശരിയായിക്കോളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തിരി ഫ്രഷ് എയർ കിട്ടിയിട്ട് നാളെ എത്രയാണെന്നറിയോ? അങ്ങനെ വീടിനുള്ളിൽ തന്നെ കഴിയേണ്ട കാര്യമൊന്നുമില്ല. പുറത്തൊക്കെ ഇറങ്ങാം, വാക്കിംഗ് സ്റ്റിക്ക് കുത്തി നടക്കണം, മുടങ്ങാതെ ഫിസിയോതെറാപ്പി ചെയ്യണം. ഒക്കെ ഞാൻ ചെയ്യിച്ചോളാം ഡോക്ടർ. ചില മെഡിസിനൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട്, അതൊക്കെ വാങ്ങണം. ശരി. ഇതാണ് പുതിയ പ്രിസ്ക്രിപ്ഷൻ. ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി ഡോക്ടർ. നിധി, നമുക്ക് വീടിന്റെ പുറത്തിറങ്ങി നടന്നാലോ? പിന്നെന്താ, സാർ വരും, നടക്കാം. വേണ്ട, ഞാൻ തനി നടക്കാം. അമ്മേ, പതുക്കെ.
അവന്റെ മറ്റേ കാലുകൂടെ തളർന്നാലും അവൾക്ക് ഒരു കുഴപ്പമില്ല. വീണ്ടും കാമുകനെ വിളിച്ചു കയറ്റാന്നായിരിക്കും അവള് കരുതുന്നത്. നീ ഒരേ കള്ളം 1000 തവണ ആവർത്തിച്ചാലും അത് സത്യമാവില്ല വസു. കള്ളം പറയുന്നതേ ഞാനല്ല, നിധിയാ. പക്ഷെ നിങ്ങൾക്കൊക്കെ അത് വേദവാക്യമാണല്ലോ. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. ആവശ്യമില്ലാതെ നിധിയെ പഴി പറഞ്ഞ് നീ ഗൗതമിന്റെ വെറുപ്പ് സമ്പാദിക്കരുത്. ഈ വീട്ടിൽ അവന്റെ സ്നേഹം കൂടി ഇല്ലെങ്കിലേ നീ വെറും അനാഥയായി പോവും. അനാഥൻ ആരാണെന്ന് ഏട്ടത്തി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ ഉദ്ദേശിക്കുന്ന ആൾ എന്തായാലും അനാഥനല്ല. അവന് അച്ഛനും അമ്മയും കൂടപ്പിറപ്പും ഭാര്യയും ഒക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതാകാൻ പോകുന്നതേ നിനക്കാ.